ലെറ്ററിലെ കണ്ടന്റ് കാണുമ്പോൾ പലർക്കും ഒരു സംശയം വരുന്നത് ഇത് കരിയിൽ പിതാവ് തന്നെയാണോ എഴുതിയത്. പിന്നീട് അങ്ങോട്ട് പിതാവിൻ്റെ വഴികൾ ഒരു മുള്ളുകൾ നിറഞ്ഞൊരു വഴി തന്നെയായിരുന്നു. അവിടെ ആ അൽമായ സമൂഹങ്ങൾ ഉപയോഗിക്കുന്ന ഭാഷകൾ ഇത്രമാത്രം മോശമായൊരു ഭാഷയാണ് ഉപയോഗിക്കുന്നത്. അത് കൂടുതൽ പ്രകോപനം സൃഷ്ടിക്കേണ്ട എന്നൊരു കാരണം കൊണ്ട് കൂടിയായിരിക്കില്ല. എന്താ കാരണം അവിടുത്തെ ജനങ്ങളും അല്ലെങ്കിൽ വൈദികരാരും ഈ കുർബാനയെ അംഗീകരിക്കുന്നില്ല. അന്ന് അവിടെ നടന്ന സംഭവവികാസങ്ങൾ വളരെയധികം നാടകീയമാണ്. സഭയെ മുഴുവൻ ഒരു നാണം കെടുത്തുന്ന ചില സംഭവവികാസങ്ങളാണ് അന്നേ ദിവസം അവിടെ ബസിലിക്ക അങ്കണത്തിലും പരിസരത്തും അരങ്ങേറിയത്. പിന്നീട് കരിയിൽ പിതാവിൻ്റെ ഒരു കാര്യം തന്നെ എടുക്കുകയാണെങ്കിൽ ഈ 2022 ഓഗസ്റ്റ് മാസം 3-ാം തീയതി കരിയിൽ പിതാവിൻ്റെ പേരിലൊരു ഓപ്പൺ ലെറ്റർ പുറത്തു വരുന്നുണ്ട്. അതിൻ്റെ വിശദാംശങ്ങൾ ഷെക്കേനയും ഒക്കെ പുറത്തുവിട്ടിട്ടുള്ളതാണ്. പക്ഷേ ആ ഒരു ലെറ്ററിലെ കണ്ടന്റ് കാണുമ്പോൾ പലർക്കും ഒരു സംശയം വരുന്നത് ഇത് കരിയിൽ പിതാവ് തന്നെയാണോ എഴുതിയത്, അതോ ചില നിക്ഷിപ്ത താല്പര്യക്കാർ എഴുതി പിതാവിൻ്റെ ലെറ്റർ ഹെഡിൽ പിതാവിൻ്റെ ഒപ്പ് പതിപ്പിച്ച് പിതാവ് വായിച്ചിട്ടുണ്ടാകാം, ഇല്ലാന്ന് നമുക്ക് നിഷേധിക്കാൻ സാധിക്കുകയില്ല. കാരണം പിതാവിൻ്റെ ഒപ്പ് പതിപ്പിച്ചൊരു സംഗതിയാണ്. അങ്ങനെ ഒരു ആരോപണം പലരും ഉന്നയിക്കുന്നുണ്ട്. പിതാവിൻ്റെ തന്നെ ഓൺ ലെറ്റർ തന്നെയാണോ, പിതാവ് തന്നെ യൂസ് ചെയ്യുന്ന കണ്ടന്റ്. അതിന് സംശയിക്കാൻ കാരണം, ഞാൻ പറയാനുള്ള പ്രധാനപ്പെട്ട കാരണം, ഈ കരിയിൽ പിതാവ് മുൻപ് വത്തിക്കാനിലേക്ക് അയച്ച പല ലെറ്ററിൻ്റെയും ഈ ഏകീകൃത കുർബാന അർപ്പണവുമായി ബന്ധപ്പെട്ട് എറണാകുളം അങ്കമാലി അതിരൂപതയിൽ ഉടലെടുത്ത പല വിവാദങ്ങളുടെയും പശ്ചാത്തലത്തിൽ കരിയിൽ പിതാവ് വത്തിക്കാനിലേക്ക് അയച്ച പല ലെറ്ററിലെ കണ്ടന്റിനും ഘടകവിരുദ്ധമായിരുന്നു ആ ഒരു ഓപ്പൺ ലെറ്റർ എന്ന് പറയുന്നത്. വളരെ വലിയ രീതിയിൽ ചർച്ചയായിരുന്നു. വളരെ വലിയ രീതിയിലുള്ളൊരു വ്യാപകമായിട്ടുള്ള വിവാദങ്ങൾക്ക് അത് വഴിതെളിച്ചു. കാരണം ജൂലൈ 30-നാണ് അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്റീവ് ചാർജ് എടുക്കുന്നത്. ഒരു 3 ദിവസങ്ങൾക്ക് ഇപ്പോൾ ഓഗസ്റ്റ് 3-ന് തന്നെ ഈ ഒരു ലെറ്റർ പുറത്തുവിടണമെങ്കിൽ അതിൻ്റെ ഒരു ടൈമിങ് അല്ലെ ലെറ്ററിലെ കണ്ടന്റ് ഒക്കെ നോക്കുമ്പോൾ ഒരു സംശയം പലരുടെ മനസ്സിലുണ്ട്. ഇത് പിതാവ് തന്നെയാണോ എഴുതിയത്, ചില നിക്ഷിപ്ത താല്പര്യക്കാർ ഇതിന് പിന്നിൽ പ്രവർത്തിച്ചിരുന്നോ, പിതാവിനെ കൊണ്ട് അത് നിർബന്ധപൂർവ്വം ഒപ്പിടുവിക്കുകയായിരുന്നോ, അങ്ങനെയൊക്കെയുള്ള സംശയങ്ങൾ. കാരണം സംശയങ്ങളാണ്, പല ആരോപണങ്ങളാണ്. പക്ഷെ അതിലെ കണ്ടന്റ് കാണുമ്പോൾ പിതാവ് നേരത്തെ വത്തിക്കാനിലേക്ക് അയച്ച ലെറ്ററിലെ കണ്ടന്റിന് ഘടകവിരുദ്ധമാണ് എന്നുള്ളൊരു കാര്യം യാഥാർത്ഥ്യം തന്നെയാണ്. പിന്നീട് ഇങ്ങോട്ട് അരുൺ പറഞ്ഞതുപോലെ ഒരു സഹതാപ തരംഗം ശക്തമായി തന്നെ ഒരു കരിയിൽ പിതാവിന് ഉണ്ടായിരുന്നു. തങ്ങളുടെ, അത് മാത്രമല്ല മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. ഈ കരിയിൽ പിതാവ് എറണാകുളംകാരനാണ്. അപ്പം സ്വന്തം നാട്ടുകാരനെ പുറത്താക്കി അല്ലെങ്കിൽ അത്തരത്തിലുള്ള വലിയ രീതിയിലുള്ള വ്യാജ പ്രചരണങ്ങൾ പ്രാദേശികവാദം വീണ്ടും ഒന്നുകൂടി ആളിക്കത്തുന്നു. വലിയ രീതിയിലുള്ള മോശമായിട്ടുള്ള പ്രചരണങ്ങൾ വത്തിക്കാനെതിരെയും സിനഡിനെതിരെയും ആലഞ്ചേരി പിതാവിനെതിരെയും ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് തുടർന്ന് സംഭവിക്കുന്നു. പിന്നീട് ഈ ഒരു ഏകീകൃത കുർബാന അർപ്പണവുമായി ബന്ധപ്പെട്ട് എറണാകുളം അങ്കമാലി അതിരൂപതയിൽ നടന്ന മറ്റൊരു പ്രധാനപ്പെട്ട ഒരു സംഭവമാണ്. ഓരോ സംഭവവും എല്ലാവരെയും ഞെട്ടിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർ ആർച്ച് ബിഷപ്പ് ആൻഡ്രൂസ് താഴത്തിന്റെ ഒരു നിയമനം. ഈ കരിയിൽ പിതാവിന്റെ ഒരു രാജിക്ക് ശേഷം പിന്നെ എറണാകുളം അങ്കമാലി അതിരൂപതയുടെ ഒരു ഭരണ നേതൃത്വത്തിലൊരു വിടവ് വരുന്നുണ്ട്. മേജർ ആർച്ച് ബിഷപ്പായി കരുതുന്ന മാർ ജോർജ് ആലഞ്ചേരി ഉണ്ട്. പക്ഷേ നമുക്കറിയാം ആലഞ്ചേരി പിതാവിനെ അവിടെ ഒരു അടുപ്പിക്കാത്തൊരു സ്ഥിതിവിശേഷം, ഭൂമി വിവാദം പോലുള്ള വിഷയങ്ങൾ കാരണം ആലഞ്ചേരി പിതാവിനെ അവിടെ അടുപ്പിക്കാത്ത സ്ഥിതിവിശേഷമുണ്ട്. ഒപ്പം അദ്ദേഹത്തിന് മേജർ ആർച്ച് ബിഷപ്പ് ഹൗസിൽ നിന്ന് താമസം മാറി സെന്റ് തോമസ് മൗണ്ടിൽ താമസിക്കേണ്ട ഒരു സാഹചര്യം. അപ്പോൾ അവിടെ ഒരു ഭരണപരമായ ഒരു ശൂന്യത ഇപ്പോൾ എറണാകുളം അങ്കമാലി അതിരൂപത അഭിമുഖീകരിക്കുന്നുണ്ട്. പക്ഷെ വത്തിക്കാൻ കൃത്യമായി തന്നെ അവിടുത്തെ സ്ഥിതിഗതികൾ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ കരിയിൽ പിതാവിന് ശേഷം എറണാകുളം അങ്കമാലി അതിരൂപത നേതൃത്വത്തിലേക്ക് ആര് എന്നൊരു ചോദ്യം ഉയരുന്നു. അപ്പോൾ ഇത് സാധാരണ ഒരു സ്ഥിതിവിശേഷമല്ല എറണാകുളം അങ്കമാലി അതിരൂപതയിലുള്ളത്. അജപാലനപരമായും ഭരണപരമായും വളരെയധികം പ്രതിസന്ധികൾ നേരിട്ടുകൊണ്ടിരിക്കുന്നു. ഏകീകൃത കുർബാനയുമായി ബന്ധപ്പെട്ട വളരെയധികം പ്രതിസന്ധികൾ. വൈദികർ ഒരു പ്രഷർ ഗ്രൂപ്പായിട്ട് അവിടെ മാറുന്നു. അതുകൊണ്ട് വളരെ ഏബിൾ ആയിട്ടുള്ള ഒരു അഡ്മിനിസ്ട്രേറ്റീവ് കപ്പാസിറ്റി ഉള്ള ഒരു ബിഷപ്പിനെ തന്നെ, അതും ഒരു ആർച്ച് ബിഷപ്പിനെ തന്നെ അവിടെ നിയമിക്കേണ്ട ആവശ്യമുണ്ട് എന്ന് വത്തിക്കാൻ മനസ്സിലാകുന്നു. അപ്പോൾ നമ്മൾ എറണാകുളത്തിന് തൊട്ടടുത്ത് തന്നെ നാം ഒരു പ്രദേശം എന്ന നിലയിൽ തൃശ്ശൂരിൻ്റെ ആർച്ച് ബിഷപ്പാണ് ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്തെ പിതാവ്. ഈ എറണാകുളത്ത് നിന്ന് തൃശ്ശൂരിലേക്ക് അധികം വലിയ ദൂരമില്ല. ഒപ്പം തന്നെ ഈ ഒരു കാര്യം, ഈ നിയമനവുമായി ബന്ധപ്പെട്ട കാര്യം വത്തിക്കാൻ നേതൃത്വം അല്ലെങ്കിൽ റോമിൽ നിന്നും ഇത്തരത്തിലൊരു ഇൻറ്റിമേഷൻ കിട്ടുമ്പോൾ താഴത്തെ പിതാവ് ഈ ഒരു കാര്യം ചോദിച്ചെന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത്. അതായത് ഈ ഒരു നിയമനത്തിന് ഓപ്ഷൻസ് ഉണ്ടോ, അല്ലെങ്കിൽ ഒന്നെങ്കിൽ സ്വീകരിക്കാം സ്വീകരിക്കാതിരിക്കാം, അത്തരത്തിലൊരു നിയമനമാണോ, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു റിക്വസ്റ്റ് ആണോ, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു കൽപ്പനയാണോ വത്തിക്കാൻ്റെ ഭാഗത്തുനിന്ന് വരുന്നത് എന്ന് അദ്ദേഹം ചോദിക്കുകയുണ്ടായെന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചത്. അപ്പോൾ കൃത്യമായി തന്നെ പറയുന്നു ഇത് ഓപ്ഷൻ അല്ല, ഇത് മാർപ്പാപ്പയുടെ ഒരു ഡിസിഷനാണ്. അപ്പോൾ അദ്ദേഹം വളരെ അനുസരണയുള്ളൊരു വ്യക്തി എന്ന നിലയിൽ നമുക്കറിയാം അദ്ദേഹത്തിൻ്റെ പ്രായം ഒക്കെ അദ്ദേഹം അവഗണിച്ചുകൊണ്ട് അനുസരണയുള്ള തൻ്റെ ശാരീരികമായിട്ടുള്ള അവസ്ഥകളൊക്കെ അവഗണിച്ചുകൊണ്ട് അത്
അനുസരണയുള്ളൊരു വ്യക്തി എന്ന നിലയിൽ മാർപ്പാപ്പയുടെ ഒരു തീരുമാനത്തെ അംഗീകരിക്കുന്നു. തൃശ്ശൂരിന്റെ അതിരൂപതാധ്യക്ഷൻ വളരെ ഭാരിച്ച ഉത്തരവാദിത്തമാണ്. ഒപ്പം തന്നെ വളരെ കലുഷിതമായ ഒരു സാഹചര്യത്തിന്റെ ഒരു നേതൃസ്ഥാനം, ആ ഒരു രൂപതയിലെ ഒരു നേതൃസ്ഥാനം ഏറ്റെടുക്കുക എന്ന ഒരു ദൗത്യം കൂടി അനുസരണയുടെ പേരിൽ അദ്ദേഹം ഏറ്റെടുക്കുന്ന ഒരു കാഴ്ച. എനിക്ക് തോന്നുന്നു കേരളത്തിലെ ഒരു ബിഷപ്പിനും, പ്രത്യേകിച്ച് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ സ്ഥിതിഗതികൾ അല്ലെങ്കിൽ കലുഷിതമായ അവസ്ഥ അറിയാവുന്ന ഒരു ബിഷപ്പും എറണാകുളം അങ്കമാലി അതിരൂപതയുടെ ഒരു നേതൃസ്ഥാനത്തിലേക്ക് സ്വന്തം മനസ്സോടു കൂടിയിട്ട് വരാൻ സാധ്യത വളരെ കുറവ് തന്നെയാണ്. കാരണം അത്രയും കലുഷിതമാണ്. അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്തം ഏകീകൃത കുർബാന അവിടെ അർപ്പിക്കുക, അതിനുള്ള സാഹചര്യങ്ങളെല്ലാം ഒരുക്കുക എന്നുള്ളതാണ്. അപ്പോൾ അത് വളരെ കഠിനമായൊരു പ്രയത്നം വേണ്ട ഒരു മേഖല. അതിലേക്കാണ് ആൻഡ്രൂസ് താഴ്ത്തുപിതാവ് എത്തുന്നത്. താഴ്ത്തുപിതാവിനെ സംബന്ധിച്ച് ഇതേ പ്രോബ്ലം തന്നെ തൃശ്ശൂരും ഉണ്ടായിരുന്നു. ഒരുപാട് വൈദികരെ എല്ലാവർക്കും ജനാഭിമുഖ കുർബാനയിൽ നിന്ന് പിന്തിരിയുന്നതിന് അല്ലെങ്കിൽ അൾത്താരാഭിമുഖ കുർബാനയിലേക്ക് വരുന്നതിന് അവർക്ക് വളരെയധികം ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു. അവർ ആ കാര്യങ്ങളെല്ലാം നേതൃത്വത്തെ അല്ലെങ്കിൽ താഴ്ത്തുപിതാവിനെ അറിയിച്ചിട്ടുള്ളതായിരുന്നു. അപ്പോൾ ഇവിടെയും തൃശ്ശൂരും ഏകീകൃത കുർബാന അർപ്പിക്കപ്പെടുന്ന ആ ദിവസം എല്ലാവരും വളരെ ഭയാശങ്കകളോടുകൂടിയാണ് നോക്കിയിരുന്നത്. പക്ഷേ എനിക്ക് തോന്നുന്നു തൃശ്ശൂരെ ലൂർദ് കത്തീഡ്രലിലാണ് താഴ്ത്തുപിതാവ് ആദ്യത്തെ ഏകീകൃത കുർബാന അർപ്പിക്കുന്നത്. അന്ന് തൂക്കുഴി പിതാവും സഹായമെത്രാൻ ടോണി പിതാവും മൂന്നുപേരും കൂടി സംയുക്തമായിട്ട് ഒരു പോലീസ് പ്രൊട്ടക്ഷനോടുകൂടിയാണ് അന്ന് അവിടെ കുർബാന അർപ്പിക്കേണ്ട ഒരു സാഹചര്യം വന്നത്. കാരണം അത്രയും കലുഷിതം തന്നെയായിരുന്നു തൃശ്ശൂരത്തെ അവസ്ഥ. പക്ഷേ അത് ഇച്ഛാശക്തിയോട് കൂടിയിട്ട് താഴ്ത്തുപിതാവ് അവിടെ ആദ്യത്തെ കുർബാന അർപ്പിച്ചതോടുകൂടി അതിനുശേഷം അവിടെ പോലീസിനെ വിളിക്കേണ്ടി വന്നിട്ടില്ല. തുടർന്ന് തൃശ്ശൂർ അതിരൂപതയിലെ സമാധാനപൂർവ്വമായിട്ട് എല്ലാ പള്ളികളിലും തന്നെ ഏകീകൃത കുർബാന നടപ്പാക്കുകയും ചെയ്തു. അതെ, വളരെ ഒരു മാതൃക തന്നെയാണ് സഭയ്ക്ക് അദ്ദേഹം കാണിച്ചത്. വളരെ ധൈര്യത്തോടുകൂടി ഇച്ഛാശക്തിയോടുകൂടി ഒരു നിലപാടെടുത്തപ്പോൾ പിന്നീട് അവിടെ സമാധാനപൂർവ്വമായൊരു അന്തരീക്ഷത്തിൽ കുർബാന അർപ്പണം തുടരാൻ സാധിക്കുന്നുണ്ട്. അതുകൊണ്ടൊക്കെ തന്നെ ആകാം ഒരു ഏബിൾ ആയിട്ടുള്ളൊരു ഒരു അഡ്മിനിസ്ട്രേറ്റർ എന്ന നിലയിൽ അതുകൊണ്ടാകാം വത്തിക്കാൻ ഈ ഒരു സ്ഥാനത്തേക്ക് ആൻഡ്രൂസ് പിതാവിനെ നിയമിച്ചു. അങ്ങനെ 2022 ജൂലൈ മാസം 30 അദ്ദേഹം എറണാകുളം അങ്കമാലി അതിരൂപതയുടെ അപ്പസ്റ്റോലിക് അഡ്മിനിസ്ട്രേറ്ററായിട്ട് ചുമതലയെടുക്കുന്നു. അദ്ദേഹം സ്ഥാനം ഏറ്റെടുത്തത് പിറ്റേ ദിവസം തന്നെ കൃത്യമായി തന്നെ പറഞ്ഞിരുന്നു. പ്രത്യേകിച്ച് ഫോർമേഷൻ ഹൗസുകൾ, ബസിലിക്ക, അത്തരമിടങ്ങളിൽ ഏകീകൃത കുർബാന ഉടനടി നടപ്പിലാക്കണം എന്നൊരു കാര്യം. മാത്രമല്ല അദ്ദേഹത്തിന് കിട്ടിയ നിയമന ഉത്തരവിൽ വത്തിക്കാൻ കൃത്യമായി തന്നെ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് ഏകീകൃത കുർബാന എറണാകുളം അങ്കമാലി അതിരൂപതയിൽ നടപ്പാക്കാനുള്ള നടപടികൾ അതായിരുന്നു താഴ്ത്തുപിതാവിന്റെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്തം. പിന്നീട് അങ്ങോട്ട് പിതാവിന്റെ വഴികൾ ഒരു മുള്ളുകൾ നിറഞ്ഞൊരു വഴി തന്നെയായിരുന്നു. പ്രത്യേകിച്ച് ഈ ജനാഭിമുഖ കുർബാനയെ അനുകൂലിക്കുന്ന പലരും ഒരു ആൾക്കൂട്ട വിചാരണയ്ക്ക് പിതാവിനെ വിധേയമാക്കുന്ന രീതിയിലുള്ള ചില ദൃശ്യങ്ങൾ, ഒരു പിതാവിനോട് പറയാൻ പാടില്ലാത്ത ചില ആക്രോശങ്ങളൊക്കെ, ആ ഒരു ദൃശ്യങ്ങളിലേക്ക് നമുക്കൊന്ന് കണ്ണോടിക്കാമെന്ന് എനിക്ക് തോന്നുന്നു. ഞങ്ങളുടെ പിതാവിനെ വിളിച്ചും പറഞ്ഞു ഞാൻ അങ്ങോട്ട് വരുവാന്ന്. തൃശ്ശൂരിൽ നിന്നാന്ന് വിചാരിച്ച് ഫോൺ താഴെ വെച്ച് തിരിഞ്ഞു നോക്കിയപ്പോഴത്തേക്കും ഗുണ്ടത്തലവും വന്ന് നിൽക്കുന്നു. ഭീഷണിപ്പെടുത്തി ഒപ്പിടിക്ക്. ഇത് എന്ത് ക്രൈസ്തവഗിരി ഇത്? നിങ്ങൾ ആൾക്കാരിക്കാരും ഞങ്ങളോട് പറയുന്നില്ല കുഞ്ഞാടുകളെ വളർത്ത്, കുഞ്ഞാടുകളെ വളർത്ത് എന്ന് പറയുന്ന നിങ്ങൾ കാണിക്കുന്ന തെണ്ടിത്തരത്തിന് എന്ത് മാന്യതയുണ്ട്? ഇത് കൊള്ള സംഭവമൊന്നുമല്ല. നിങ്ങൾ ഒരു 5 മെത്രാന്മാര് കൂടി ബാക്കി മെത്രാന്മാരെ മുഴുവനും ഇട്ട് വട്ടം കുറുക്കി നിങ്ങൾ സ്ഥിരടക്കണ അമ്മ ആ കാപ്പാടെ വിടിഞ്ഞേക്കാണ്. ബാക്കി മെത്രാന്മാരോട് ചോദിക്കുമ്പോ ഞങ്ങൾക്ക് പേടിയാണ് പോലും. അല്ല, നിങ്ങൾ ആരാണ്? എനിക്ക് മനസ്സിലാവാന്നിട്ട് ചോദിക്കുക. നിങ്ങൾ ആരാണ് ഭീഷണിപ്പെടുത്താൻ? നിങ്ങളുടെ അധികാരം നിങ്ങൾ ഉപയോഗിക്കുക. ഒരാളൊരു കാര്യം ചെയ്തു, അത് തെറ്റാണെങ്കിൽ നിങ്ങൾ അധികാരം ഒരു ദൃശ്യങ്ങൾ കാണുമ്പോൾ ജോജി എനിക്ക് മനസ്സിൽ വരുന്ന ഒരു ചിന്ത, ഈ എറണാകുളം അങ്കമാലി അതിരൂപതയുടെ അപ്പസ്റ്റോലിക് അഡ്മിനിസ്ട്രേറ്റർ എന്ന ഒരു പദവി ആൻഡ്രൂസ് പിതാവിനൊരു മുൾക്കിരീടം തന്നെയായിരുന്നു അല്ലേ? അതെ ജോർജ്, നമ്മുടെ ആ ഒരു ദൃശ്യങ്ങൾ കാണുമ്പോൾ നമുക്ക് വളരെ വ്യക്തമാകുന്നുണ്ട്. അത് തന്നെയല്ല ഞാൻ ശ്രദ്ധിക്കുകയാണ് ചെയ്തത്, അവിടെ ആ അൽമായ സമൂഹങ്ങൾ ഉപയോഗിക്കുന്ന ഭാഷകൾ ഇത്രമാത്രം മോശമായൊരു ഭാഷയാണ് ഉപയോഗിക്കുന്നത്. ഒരിക്കൽ പോലും നമ്മുടെ കേരള സഭയുടെ ചരിത്രത്തിൽ തന്നെ ഒരു ബിഷപ്പിനോട് ഈ രീതിയിലുള്ള തികച്ചും മോശമായ അല്ലെങ്കിൽ സഭ്യമല്ലാത്ത ഭാഷകൾ ഉപയോഗിക്കുന്നത് നമ്മൾ എവിടെയും കണ്ടിട്ടില്ല അല്ലേ? അതുമാത്രമല്ല, വൈദിക സമ്മേളനത്തിൽ പോലും ആൻഡ്രൂസ് പിതാവിന് വളരെയധികം ഈ ചിത്തവിളികൾ നേരിടേണ്ടി വന്നിട്ടുണ്ട്. കായികമായി തന്നെ പലപ്പോഴും ആക്രമണങ്ങൾ നേരിടേണ്ട പല സാഹചര്യങ്ങളും സംഭവിച്ചിട്ടുണ്ട്. അത് നമ്മുടെ മാത്രം ഒരു ഓൺ നിഗമനമല്ല, പല ദൃശ്യങ്ങളും അതുമായി ബന്ധപ്പെട്ട് പ്രചരിക്കുന്നുണ്ട്. അതുകൊണ്ട് വളരെ ഒരു കഷ്ടതയിലൂടെ അല്ലെങ്കിൽ വളരെയധികം പ്രതിസന്ധിയിലൂടെ തന്നെയാണ് ആൻഡ്രൂസ് പിതാവ് ആ നാളുകളിൽ കടന്നുപോയത്. 2022
2022 ജൂലൈ മാസം 30 അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർ ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്ത് ചുമതലയേൽക്കുന്നു. തുടർന്ന് ഇങ്ങോട്ട് അദ്ദേഹം പല തരത്തിലുള്ള ഡെലിഗേഷനെയും അഡ്രസ്സ് ചെയ്യുന്നുണ്ട്, അവരെ കാണുന്നുണ്ട്. പ്രത്യേകിച്ച് ഏകീകൃത കുർബാനയെ അനുകൂലിക്കുന്നവരുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ചർച്ചകൾ നടത്തുന്നുണ്ട്. ഒപ്പം ജനാഭിമുഖ കുർബാനയെ അനുകൂലിക്കുന്നവരുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ചർച്ചകൾ നടത്തുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട ചില ദൃശ്യങ്ങൾ കൂടി നാം കാണുകയുണ്ടായി. എത്രത്തോളം ക്രിസ്തീയമല്ലാത്ത രീതിയിലാണ് പലപ്പോഴും അത്തരം ഡെലിഗേഷൻസ്, പ്രത്യേകിച്ച് ജനാഭിമുഖ കുർബാനയെ അനുകൂലിക്കുന്നവരുമായി ബന്ധപ്പെട്ടുള്ള മീറ്റിങ്ങുകളിൽ പിതാവിന് നേരിടേണ്ടി വന്നിട്ടുള്ളത്. ഒപ്പം ഈ വൈദികരുമായി ബന്ധപ്പെട്ട് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വൈദികരും അദ്ദേഹത്തെ കാണാൻ വരുന്നുണ്ട്. വളരെ ഒരു പ്രഷർ മുൻകാലങ്ങളിൽ അവർ സ്വീകരിച്ച അതേ തരത്തിലുള്ള നടപടികൾ തന്നെ അവരും പിതാവിന്റെ മേൽ പ്രയോഗിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഏകദേശം 2022 ഓഗസ്റ്റ് മാസത്തിൽ ഇത്തരത്തിലുള്ളൊരു മീറ്റിംഗ്, ഇവരുമായി ബന്ധപ്പെട്ട മീറ്റിങ്ങുകൾ നടക്കുന്നു. പിന്നീട് 2022 സെപ്റ്റംബർ മാസം 29 ഈ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വൈദിക സമിതി മീറ്റിംഗ് നടക്കുന്നുണ്ട്. ആ വൈദിക സമിതി മീറ്റിംഗിൽ അതായത് ജൂലൈ 30 അദ്ദേഹം സ്ഥാനമേൽക്കുന്നു. ഓഗസ്റ്റ് മാസത്തിൽ ഇവരെല്ലാവരെയും കാണാൻ അദ്ദേഹം സന്നദ്ധമാകുന്നു. പലതരത്തിലുള്ള എതിർപ്പുകളും പല ചീത്തവിളികളും അദ്ദേഹത്തിന് നേരിടേണ്ടി വന്നിട്ടുണ്ടെങ്കിലും പല ഡെലിഗേഷനെയും പല ഫൊറോനകളിൽ നിന്നുള്ള ജനാഭിമുഖ കുർബാനയെ അനുകൂലിക്കുന്നവരുടെ പല ഗ്രൂപ്പുകളെയും അദ്ദേഹം കാണുന്നുണ്ട്. ഒരു ഗ്രൂപ്പ് ചീത്ത പറയുമ്പോൾ അദ്ദേഹം മറ്റു ഗ്രൂപ്പിനെ കാണുന്നില്ല എന്ന് പറയുന്നില്ല, അവരെയും കാണുന്നുണ്ട്, വൈദികരെ കാണുന്നുണ്ട്. വൈദികരുടെ ഭാഗത്തുനിന്ന് വളരെ ക്രിസ്തീയമല്ലാത്ത രീതിയിലുള്ള അതിക്രമങ്ങൾ പിതാവിനെ നേരിടേണ്ടി വന്നിട്ടുണ്ട്. പക്ഷേ അവരെ കാണുന്നതിൽ നിന്നും പിതാവ് പിന്നോക്കം പോയിട്ടില്ല, അവരെ കാണുന്നുണ്ട്. ഒപ്പം ഏകീകൃത കുർബാനയെ അനുകൂലിക്കുന്നവരെ പിതാവ് കാണുന്നുണ്ട്. പിന്നീട് ഈ വൈദിക സമിതി യോഗത്തിലും പിതാവ് കൃത്യമായി തന്നെ പറയുന്നുണ്ട്, ഈ ഏകീകൃത കുർബാന അർപ്പണ രീതി നടപ്പാക്കുക എന്നതാണ് വത്തിക്കാൻ തന്നെ ഏൽപ്പിച്ച ഉത്തരവാദിത്തം, അല്ലാണ്ട് തൻ്റെ പേഴ്സണൽ ഉത്തരവാദിത്തമല്ല. അതായത് തൻ്റെ മനസ്സിൽ തോന്നുന്ന അല്ലെങ്കിൽ തൻ്റെ പേഴ്സണൽ ഒരു ഇൻട്രസ്റ്റ് അല്ലേ അത്. വത്തിക്കാൻ മാർപ്പാപ്പ നേരിട്ട് തനിക്ക് ഭരമേൽപ്പിച്ച ഉത്തരവാദിത്തമാണ്. അത് കർശനമായി തന്നെ നടപ്പാക്കുമെന്ന് അദ്ദേഹം വളരെ ശക്തിയോടുകൂടി തന്നെ, ഇച്ഛാശക്തിയോടുകൂടി തന്നെ വൈദിക സമിതി യോഗത്തിൽ അറിയിക്കുന്നു. വളരെ കലുഷിതമായൊരു അന്തരീക്ഷമാണ്. വളരെയധികം എതിർപ്പുകളും ഒക്കെ ചീത്തവിളികളും ഒക്കെ പിതാവിനെ അവിടെ നേരിടേണ്ടി വരുന്നുണ്ട്. പിന്നീട് പിറ്റേ ദിവസം സെപ്റ്റംബർ 30 ഇത് സംബന്ധിച്ചൊരു സർക്കുലർ വൈദികരെ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ എല്ലാ വൈദികർക്കും അദ്ദേഹം എഴുതുന്നുണ്ട്. അപ്പം എതിർപ്പുകൾ അദ്ദേഹത്തിന് വരുന്നുണ്ടെങ്കിലും ഈ ഏകീകൃത കുർബാന അർപ്പണ രീതി നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ അദ്ദേഹം കർശനമായ നിലപാടുമായി മുന്നോട്ട് പോകുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ 2022 സെപ്റ്റംബർ മാസം 20 ഓറിയന്റൽ കോൺഗ്രിഗേഷനിൽ അദ്ദേഹത്തിന് ഒരു വാർണിംഗ് പോലത്തെ ഒരു ലെറ്റർ വരുന്നുണ്ട്. ജൂലൈ മാസം സ്ഥാനമേറ്റു, ഇതുവരെ ഇതുമായി ബന്ധപ്പെട്ടൊരു നടപടി സ്വീകരിക്കാൻ അദ്ദേഹത്തിന് സാധിക്കുന്നില്ല. അദ്ദേഹം നടപടി സ്വീകരിച്ചില്ല എന്നല്ല, സാധിക്കുന്നില്ല. അപ്പോൾ ഉടനടി ഇത് നടപ്പാക്കണം. ലിറ്റർജിക്കൽ, നാം നേരത്തെ പറഞ്ഞതുപോലെ ലിറ്റർജിക്കൽ വേരിയന്റിന്റെ ഒരു സാധ്യതയും ഈ ഓറിയന്റൽ കോൺഗ്രിഗേഷൻ തള്ളിക്കളയുന്നുണ്ട്. ആ ഒരു ലെറ്ററിൽ ഇവരുടെ ഒരു കൃത്യമായിട്ടുള്ളൊരു മൂഡ് വത്തിക്കാനെ അറിയിക്കുന്നു. അതിന്റെ ഭാഗമായിട്ടാണ് ഈ ഓറിയന്റൽ കോൺഗ്രിഗേഷൻ എന്നൊരു ലെറ്റർ വരുന്നത്. ആ ലിറ്റർജിക്കൽ വേരിയന്റ് എന്ന് പറഞ്ഞ ഒരു ആശയത്തെ ജനാഭിമുഖ കുർബാന ലിറ്റർജിക്കൽ വേരിയന്റായി അംഗീകരിക്കണമെന്നൊരു ആവശ്യത്തെ വത്തിക്കാൻ തള്ളിക്കളയുന്നുണ്ട്. അതുകൊണ്ട് കർശനമായൊരു നിലപാട് താഴ്ത്തിപിതാവ് സ്വീകരിക്കുന്നു. അതിന്റെ ഭാഗമായിട്ടാണ് 2022 സെപ്റ്റംബർ മാസം 30 ഈ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ എല്ലാ വൈദികർക്കുമായിട്ട് അദ്ദേഹം ഒരു സർക്കുലർ പുറപ്പെടുവിക്കുന്നത്. നമുക്കറിയാം, എറണാകുളം അങ്കമാലി അതിരൂപതയിൽ പ്രധാനപ്പെട്ട ഒരു ദേവാലയമാണ് സെന്റ് മേരീസ് ബസിലിക്ക. അതുകൊണ്ട് തന്നെ പിതാവ് ആ ബസിലിക്കയിൽ ഒരു സിനഡ് കുർബാന, ഏകീകൃത കുർബാന അർപ്പിക്കുവാനുള്ള നടപടി ക്രമങ്ങൾ ആരംഭിക്കുന്നു. അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നരികുളമച്ചനുമായി നടത്തുന്നു. അപ്പോൾ നരികുളമച്ചൻ പറയുന്ന ഒരു കാര്യമുണ്ട്, എതിർപ്പുകൾ ഉണ്ടാകാം, എന്നാൽ അതിനുള്ള സാഹചര്യങ്ങൾ ഒരുക്കാമെന്ന് ഒരു കാര്യം കൃത്യമായി തന്നെ പറയുന്നുണ്ട്. ഈ 2022 സെപ്റ്റംബർ മാസം 29 നടന്ന പ്രസിബിറ്റേറിയൽ ആ ഒരു മീറ്റിംഗിലും പിതാവ് ഇത് സംബന്ധിച്ചൊരു സർക്കുലർ പറയുന്നുണ്ട്. ഈ ഓറിയന്റൽ കോൺഗ്രിഗേഷനിൽ നിന്ന് ലെറ്റർ കിട്ടുന്നു. കൃത്യമായി തന്നെ ഈ ഒരു സിനഡ് കുർബാന ഏകീകൃത കുർബാന എത്രയും പെട്ടെന്ന് തന്നെ നമ്മുടെ രൂപതയിൽ നടപ്പാക്കണമെന്ന് അദ്ദേഹം വൈദിക സമൂഹത്തോട് പറയുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ ഇവിടെ ജോർജ് പറയുമ്പോൾ മറ്റൊരു കാര്യം നമുക്ക് ശ്രദ്ധിക്കേണ്ടത്, പലപ്പോഴും ആൻഡ്രൂസ് താഴത്ത് പിതാവ് ഒരു വലിയൊരു എന്താ പറയുക, അതിര് കടന്ന ഒരു വ്യഗ്രത കാണിച്ചു, അല്ലെങ്കിൽ ഒരു സ്പീഡ്, അല്ലെങ്കിൽ ഒരു ഭയങ്കര വേഗത കാണിച്ചു. അതിനാൽ തന്നെ പലപ്പോഴും എന്നാ പറയുക, വിവേകരഹിതമായാണ് പ്രവർത്തിച്ചത്. പിതാവിൻ്റെ പിടിവാശി കാരണമാണ് ആ രൂപതയിൽ ഇത്രമാത്രം പ്രശ്നമുണ്ടായെന്നൊക്കെ പറയുമ്പോൾ പോലും നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, പിതാവിൻ്റെ മേലെ റോമിൽ നിന്നും പൗരസ്ത്യ തിരുസംഘത്തിൽ ഉണ്ടാകുന്ന ആ ഒരു പ്രഷർ അതും വളരെ വലുതായിരുന്നു. അദ്ദേഹം ഒരു ദുർവാശി കാണിച്ചു എന്നൊരു വാദം, അത് ശരിയാകണമെങ്കിൽ അദ്ദേഹത്തിന് ഒരു ദുർവാശി കാണിക്കാമായിരുന്നെങ്കിൽ അദ്ദേഹത്തിന്റെ ഒരു നിയമനത്തിന് ശേഷം പിറ്റേ ദിവസം തന്നെ പറയാണ്, ഇനി മുതൽ ബസിലിക്കയിലും ഫോർമേഷൻ ഹൗസുകളിലും തീർത്ഥാടന കേന്ദ്രങ്ങളിലും ഇത് മാത്രമേ ഇംപ്ലിമെന്റ് ചെയ്യാൻ പാടുള്ളൂ എന്നൊക്കെ. ഇല്ല, താഴ്ത്തുപിതാവ് പിറ്റേ ദിവസം തന്നെ ആൻഡ്രൂസ് താഴ്ത്തുപിതാവിന് അപ്പോയിന്റ്മെന്റ് ലഭിച്ച് അതേ ദിവസം തന്നെ പിതാവ് ബസിലിക്കയുടെ ഡയറക്ടറായിരുന്ന നരികുളം അച്ഛനെ വിളിക്കുന്നുണ്ട്. അച്ഛനോട് പറയുന്നുണ്ട്, അടുത്ത ദിവസം മുതൽ ഒരു കുർബാനയെങ്കിലും ഏകീകൃത കുർബാന അർപ്പിച്ച് തുടങ്ങണമെന്ന്. അപ്പോൾ നരികുളം അച്ഛൻ പറയുന്ന ഒരു ന്യായീകരണം, കുറച്ച് സാവകാശം വേണമെന്നാണ് പറയുന്നത്. സാവകാശം വേണമെന്ന് പറയുന്നത്, അതായത് ഏകദേശം ജൂലൈ 30 മുതൽ ഇപ്പോൾ ജോർജ് പറയുന്നത് നവംബർ മാസത്തിലെത്തി. ഈ നവംബർ മാസം വരെയുള്ള
ഒരു സമയം മുഴുവൻ സാവകാശം അവിടെ എടുക്കുന്നുണ്ട്. പല രീതിയിൽ കത്തെഴുതുന്നുണ്ട് താഴ്ത്തിപിതാവ് നരികുളച്ചനോട് ഇത് ഇംപ്ലിമെൻ്റ് ചെയ്യേണ്ട കാര്യത്തെ കുറിച്ചിട്ട്. പക്ഷേ അവിടെ അപ്പോഴും സാഹചര്യങ്ങളൊന്നും റെഡിയാവുന്നില്ല എന്നുള്ള രീതിയിൽ നിഷേധാത്മകമായ മറുപടികളാണ് നരികുളം അച്ഛനിൽ നിന്ന് ലഭിച്ചുകൊണ്ടിരുന്നത്. അല്ലെങ്കിൽ മറ്റൊരു പറയുകയാണെങ്കിൽ എറണാകുളം അങ്കമാലി അതിരൂപതയുടെ ഒരു അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർ എന്ന നിലയിൽ സെൻറ് മേരീസ് ബസിലിക്കയിൽ വിശുദ്ധ കുർബാന അർപ്പിക്കുക എന്ന കാര്യം പിതാവിനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാരണം വെച്ചാൽ അദ്ദേഹത്തിൻ്റെ ആ ഒരു റൂളിങ്ങിൻ്റെ കീഴിൽ വരുന്ന ഒരു പ്രധാന ദേവാലയമാണ് സെൻറ് മേരീസ്. അതുകൊണ്ട് തന്നെ ഈ 2022 സെപ്റ്റംബർ മാസത്തിൽ ഓറിയന്റൽ കോൺഗ്രേഷനിൽ നിന്ന് വന്ന താഴ്ത്തുപിതാവിന് ലഭിച്ച ഒരു ലെറ്റർ കാര്യങ്ങൾ കൂടുതൽ വേഗതയിലാക്കാൻ പിതാവിനെ പ്രേരിപ്പിച്ചിരിക്കും. അതോടൊപ്പം തന്നെ ഈ എറണാകുളം അങ്കമാലി അതിരൂപതയുടെ അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർ ആയിട്ട് ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്ത് നിയമിതനായപ്പോൾ അദ്ദേഹത്തിന് ഉണ്ടായിരുന്ന പ്രധാനപ്പെട്ട ഒരു ഉത്തരവാദിത്തം ഈ ബസിലിക്ക, അതായത് സെന്റ് മേരീസ് കത്തീഡ്രൽ, ഒപ്പം തന്നെ തീർത്ഥകേന്ദ്രങ്ങൾ, ഫോർമേഷൻ ഹൗസുകളിൽ ഇവിടെ ഉടനടി ഏകീകൃത കുർബാന അർപ്പണ രീതി നടപ്പാക്കണം എന്നതായിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ നാം പറഞ്ഞതുപോലെ ഈ നരികുളച്ചനുമായിട്ട് കൃത്യമായിട്ടുള്ളൊരു കമ്മ്യൂണിക്കേഷൻ താഴ്ത്തുപിതാവ് നടത്തുന്നുണ്ട്. പക്ഷേ നരികുളച്ചൻ അതിനെ എതിർക്കുന്നുണ്ട്. അവിടെ ഏകീകൃത കുർബാന അർപ്പണ രീതി നടപ്പാക്കുന്നതിൽ ഒരു എതിർപ്പ് പ്രകടിപ്പിക്കുന്നുണ്ട്. അതിന്റെ കൂടുതൽ കാരണങ്ങളിലേക്ക്, അദ്ദേഹം പറഞ്ഞ കൂടുതൽ കാരണങ്ങളിലേക്ക് നമുക്ക് പിന്നീട് ചർച്ച ചെയ്യാം. അപ്പം ഇതിന്റെ ഒരു അടിസ്ഥാനത്തിൽ ഈ നരികുളം അച്ഛന്റെ ഭാഗത്ത് നിന്ന് ഏകീകൃത കുർബാനയെ സപ്പോർട്ട് ചെയ്യാത്ത രീതിയിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടായപ്പോൾ അദ്ദേഹം ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്ത് വത്തിക്കാൻ ഇമെയിൽ അയക്കുന്നുണ്ട്. അപ്പം അദ്ദേഹം കൃത്യമായി തന്നെ പ്രോപ്പർ ആയിട്ടുള്ളൊരു കമ്മ്യൂണിക്കേഷൻ അദ്ദേഹത്തിന് നൽകുന്നുണ്ട്. അതായത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് അവിടെ ബസിലിക്കയിൽ ഏകീകൃത കുർബാന അർപ്പണ രീതി നടപ്പാക്കാനുള്ള ശ്രമങ്ങൾ ആരംഭിക്കുക. നവംബർ 27-നെങ്കിലും ഇത്തരത്തിലുള്ള ഈ ഏകീകൃത കുർബാന അർപ്പണ രീതി എറണാകുളം സെന്റ് മേരീസ് ബസിലിക്കയിൽ നടപ്പാക്കുക. അപ്പോൾ വത്തിക്കാൻ ഫിക്സ് ചെയ്തൊരു ഡേറ്റാണ് നവംബർ 27. അത് പ്രധാനമായ ഒരു കാരണം, പ്രത്യേകിച്ച് ഈ ഏകീകൃത കുർബാന അർപ്പണ രീതി സുറമലബാർ സഭയിൽ നടപ്പാക്കിയിട്ട്, അതായത് 2021 നവംബർ 28-നാണ് നടപ്പാക്കിയത്. അതായത് ആഗമനകാലത്തിന്റെ അവസാനത്തെ ഞായറാഴ്ചയാണിത് നടപ്പാക്കുന്നത്. അപ്പം കൃത്യം ഒരു വർഷം കഴിഞ്ഞപ്പോൾ 2022 നവംബർ 27. അതുകൊണ്ടായിരിക്കാം ആ ഒരു ഡേറ്റ് വത്തിക്കാൻ സജസ്റ്റ് ചെയ്തത്. അപ്പോൾ വത്തിക്കാൻ സജസ്റ്റ് ചെയ്തൊരു ഡേറ്റ് ആണ് ഈ നവംബർ 27 എന്ന് പറയുന്ന ഒരു ഡേറ്റ്. ഒരു കാര്യം വളരെ വ്യക്തമാണ്, പിതാവ് ഒരിക്കലും വലിയ രീതിയിലുള്ള ഒരു വ്യഗ്രത കാട്ടിയില്ല, ഒരു പിടിവാശി കാണിച്ചില്ല, ഒരു ദുർവാശി കാണിച്ചില്ല. കൃത്യമായി തന്നെ ഒരു കത്തിടപാടുകൾ ഈ നരികുളച്ചനുമായിട്ട് തന്നെ നടക്കുന്നുണ്ട്. ഒരു കൃത്യമായിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ നടക്കുന്നുണ്ട്. ഈ കുർബാന അർപ്പണ രീതി, ഏകീകൃത കുർബാന അർപ്പണ രീതി ബസിലിക്കയിൽ നടത്തുവാനുള്ള ഒരു ആവശ്യകത അല്ലെങ്കിൽ അതിന്റെ ഒരു പ്രാധാന്യം കാണിച്ച് പിതാവ് പലപ്പോഴും കത്തെഴുതുന്നുണ്ട്. അങ്ങനെ നവംബർ 27 എന്നുള്ളൊരു ഡേറ്റ് ഫിക്സ് ചെയ്യുന്നു. പക്ഷേ ജോർജി, നമ്മൾക്ക് ഈ ഒരു ദിവസത്തെ കുറിച്ച് നമ്മൾ കാണുമ്പോൾ വളരെ ഒരു സംഭവബഹുലമായ ഒരു ദിവസമായിരുന്നു അല്ലേ? അല്ലെങ്കിൽ കേരള സഭയുടെ ചരിത്രത്തിൽ അങ്ങനെയുള്ള സംഭവങ്ങൾ വളരെ വിരളമാണല്ലേ? ഈ നവംബർ 27-ാം തീയതി ആൻഡ്രൂസ് പിതാവ് ഏകീകൃത കുർബാന അർപ്പിക്കുവാൻ സെന്റ് മേരീസ് ബസിലിക്കയിൽ വരുന്ന കാര്യം നവംബർ 20-ാം തീയതി, അതായത് തലേ ഞായറാഴ്ച നരികുളച്ചൻ ഓൾറെഡി ആ ബസിലിക്കയിൽ അത് അനൗൺസ് ചെയ്യുന്നുണ്ട്. പിറ്റേ ആഴ്ച, അതായത് പിറ്റേ ഞായറാഴ്ച രാവിലെ 6 മണിയുടെ കുർബാന എറണാകുളം അങ്കമാലി അതിരൂപതയുടെ അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർ ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്തായിരിക്കും അത് അർപ്പിക്കുക എന്നൊരു കാര്യം പറയുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കുർബാന അർപ്പണ ഡേറ്റ് ഫിക്സ് ചെയ്തു. അപ്പോൾ നരികുളച്ചൻ പറഞ്ഞൊരു ഡിമാൻഡ് ഉണ്ട്, ഞാൻ സഹകാർമ്മികത്വം വഹിക്കത്തില്ല, കാരണം അതൊരു ഉതപ്പിന് കാരണമാകും, ഒരു പ്രകോപനം സൃഷ്ടിക്കും. പ്രകോപനങ്ങൾ ഉണ്ടാകാം, പക്ഷേ കുർബാന അർപ്പിക്കാനുള്ള അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്ററിന് കുർബാന അർപ്പിക്കാനുള്ള എല്ലാ സാഹചര്യവും ഒരുക്കാമെന്നുള്ളൊരു കാര്യം പറയുന്നുണ്ട്. അവിടെ എൻ്റെ ഒരു ന്യായമായ ചോദ്യം ഇതാണ്, ശരിക്കും ഒരു വൈദികനായിരിക്കെ അല്ലെങ്കിൽ അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേഷൻ്റെ കീഴിലുള്ള ഒരു വൈദികൻ, അപ്പോൾ ആ വൈദികൻ ആരോടാണ് കൂടുതൽ വിധേയത്വം കാണിക്കേണ്ടത്? ആ വൈദികൻ തൻ്റെ ബിഷപ്പിനോടാണോ, അതോ മറ്റെന്തെങ്കിലും തൻ്റെ ആ ഒരു അവസ്ഥ കാരണം അല്ലെങ്കിൽ മറ്റൊരു വൈകാരിക അടുപ്പം കാരണം ജനത്തോടാണോ വേണ്ടത്? എന്തുകൊണ്ടാണ് അദ്ദേഹം കുർബാനയിൽ നിന്ന് പിതാവിനോട് സഹകരിക്കാൻ സാധ്യമല്ല എന്ന് പറഞ്ഞത്? അത് കൂടുതൽ പ്രകോപനം സൃഷ്ടിക്കേണ്ട എന്നൊരു കാരണം കൊണ്ട് കൂടിയായിരിക്കില്ല. എന്താ കാരണം, അവിടുത്തെ ജനങ്ങളും അല്ലെങ്കിൽ വൈദികരാരും ഈ കുർബാനയെ അംഗീകരിക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നരികുളച്ചൻ അതിൽ നിന്ന് മാറി നിൽക്കുന്നു. എന്നാൽ താഴ്ത്തുപിതാവിനെ ഏകീകൃത കുർബാനയിൽ കുർബാന അർപ്പിക്കാനുള്ള അവസരം നൽകുന്നു. അപ്പോൾ വളരെ കാര്യങ്ങൾ വ്യക്തമാണ്. ആൻഡ്രൂസ് പിതാവ് ഓൾ ഓഫ് എ സഡൻ എടുത്ത ഒരു തീരുമാനമല്ല, വ്യക്തിപരമായിട്ട് എടുത്ത ഒരു തീരുമാനമല്ല. നരികുളച്ചനോട് കൃത്യമായി തന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ട്, അതിൻ്റെ പ്രാധാന്യത പറഞ്ഞിട്ടുണ്ട്. അതുമാത്രമല്ല, ആൻഡ്രൂസ് പിതാവിന് വത്തിക്കാനിൽ നിന്ന് കർശനമായിട്ടുള്ളൊരു നിർദ്ദേശവും കിട്ടിയിട്ടുണ്ട്. ഈ ഒരു കുർബാന ഇംപ്ലിമെന്റേഷനുമായി ബന്ധപ്പെട്ട് ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള സ്റ്റെപ്സ് എടുക്കണം എന്നുള്ള ഒരു കാര്യം. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ നവംബർ 27 എന്നൊരു ഡേറ്റ് ഫിക്സ് ചെയ്തത്. പലരും പ്രചരിപ്പിക്കുന്നത് പോലെ ആൻഡ്രൂസ് പിതാവിന്റെ ഒരു ദുർവാശിയായിരുന്നു, ഒരു പിടിവാശിയായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ നരികുളച്ചന്റെ ഒരു വാദം കൂടി നമുക്ക് അംഗീകരിക്കാം. ചില പ്രകോപനം സൃഷ്ടിക്കാൻ സാധ്യതയുണ്ട്, സാഹചര്യങ്ങൾ അനുകൂലമല്ല, പക്ഷേ കുർബാന അർപ്പിക്കാനുള്ള സാഹചര്യം ഒരുക്കാം എന്നുള്ളൊരു വാക്കുകൂടി നരികുളച്ചൻ ആൻഡ്രൂസ് പിതാവിന്
നൽകുന്നുണ്ട്. പക്ഷെ പിതാവിനെ സംബന്ധിച്ചിടത്തോളം പിതാവിന്റെ ഒരു ഉത്തരവാദിത്തമാണ്, വത്തിക്കാൻ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്തമാണ്. നേരത്തെ വത്തിക്കാൻ ഏൽപ്പിച്ച ഉത്തരവാദിത്തം നടപ്പാക്കാത്തത് മൂലം രാജി നൽകേണ്ടി വന്ന കരിയിൽ പിതാവിന്റെ ഒരു ദൃഷ്ടാന്തം ആൻഡ്രൂസ് പിതാവിന് മുന്നിലുണ്ട്. അതുകൊണ്ട് പിതാവ് വളരെയധികം തന്റെ ഉത്തരവാദിത്ത ബോധത്തോടു കൂടി തന്നെ എടുത്തൊരു തീരുമാനമാണ് ഈ നവംബർ 27-ാം തീയതി അവിടെ കുർബാന അർപ്പിക്കുക എന്നുള്ളൊരു കാര്യം. യെസ്, അങ്ങനെയാണ് നവംബർ 27-ാം തീയതി രാവിലെ 6 മണിയുടെ കുർബാന അർപ്പിക്കാൻ തൃശ്ശൂരിൽ നിന്നും ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്ത് അവിടേക്ക് കടന്നു വരുന്നത്. അന്ന് അവിടെ നടന്ന സംഭവവികാസങ്ങൾ വളരെയധികം നാടകീയമാണ്. സഭയെ മുഴുവൻ ഒരു നാണം കെടുത്തുന്ന ചില സംഭവവികാസങ്ങളാണ് അന്നേ ദിവസം അവിടെ ബസിലിക്ക അങ്കണത്തിലും പരിസരത്തും അരങ്ങേറിയത്. 2022 നവംബർ 27-ാം തീയതി രാവിലെ ഏകീകൃത കുർബാന അർപ്പിക്കുവാൻ വേണ്ടി എറണാകുളം അങ്കമാലി അതിരൂപതയുടെ അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർ രാവിലെ ദേവാലയ അങ്കണത്തിലേക്ക് കടന്നു വരുന്നു. തുടർന്ന് അവിടെ അരങ്ങേറിയത് ഒരു ബസിലിക്കയുടെ പരിസരത്തും സംഭവിക്കാൻ പാടില്ലാത്ത അവഹേളനപരമായ അപലപിക്കേണ്ട സംഭവ വികാസങ്ങളാണ്. ആ ദൃശ്യങ്ങളിലേക്ക് നമുക്കൊന്ന് ആദ്യമേ കണ്ണോടിക്കാം. ഈ ഒരു ദൃശ്യങ്ങൾ കാണുമ്പോൾ ആൻഡ്രൂസ് പിതാവോടെ കുർബാന അർപ്പിക്കാൻ വരുന്നു. അതിനു മുമ്പ് അതിന്റെ ചെറിയൊരു പശ്ചാത്തലം കൂടി ഒന്ന് ചർച്ച ചെയ്യേണ്ടിയിരിക്കുന്നു. അതായത് ഇത് നവംബർ 27-നാണ് ഈ സംഭവങ്ങൾ അരങ്ങേറുന്നത്. ഈ നവംബർ മാസം 24-ാം തീയതി ഈ സിറോ മലബാർ സഭയുടെ പെർമനന്റ് സിനഡ് ഓൺലൈനായിട്ട് സമ്മേളിക്കുന്നു. നമുക്കറിയാം, നേരത്തെ നാം ഓൾറെഡി ചർച്ച ചെയ്തു. ആൻഡ്രൂസ് പിതാവ് പരിശുദ്ധ സിംഹാസനത്തിന്റെ കൽപ്പന പ്രകാരം എറണാകുളം അങ്കമാലി അതിരൂപതയുടെ കത്തീഡ്രലിലും പരിശീലന ഭവനങ്ങളിലും തീർത്ഥ കേന്ദ്രങ്ങളിലും ഈ ഏകീകൃത കുർബാന അർപ്പണം സാധ്യമാക്കുവാനുള്ള പരിശ്രമങ്ങളുമായി മുന്നോട്ട് പോകുന്നു. പക്ഷേ വൈദികരുടെ ഭാഗത്തു നിന്നൊക്കെ വളരെയധികം എതിർപ്പുകൾ വരുന്നു. അതിൻ്റെയൊക്കെ ഒരു അടിസ്ഥാനത്തിൽ പെർമനന്റ് സിനഡ് ബിഷപ്പുമാരുടെ ഒരു കമ്മിറ്റീനെ നിയോഗിക്കുന്നുണ്ട്. ഈ ഏകീകൃത കുർബാനയെ അംഗീകരിക്കുന്നവരും ഒപ്പം തന്നെ അതിനെ പ്രതികൂലിക്കുന്നവരുമായി ചർച്ച നടത്തുവാൻ വേണ്ടി ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംബ്ലാനി, മാർ ജോസ് ചിറ്റുപറമ്പിൽ, മാർ മാത്യു മൂലക്കാട്ട് 3 പിതാക്കന്മാരുടെ ഒരു കമ്മിറ്റിയാണ്. ഈ ബിഷപ്പുമാരുടെ ഈ ഒരു കമ്മിറ്റി നവംബർ 25-ാം തീയതി ഉച്ചകഴിഞ്ഞ് ഏകീകൃത കുർബാനയെ അംഗീകരിക്കുന്നവരുമായും ഒപ്പം തന്നെ ജനാഭിമുഖ കുർബാന അംഗീകരിക്കുന്നവരുമായി ചർച്ച നടത്തുന്നു. അവരോട് ബിഷപ്പുമാരുടെ കമ്മിറ്റി പറഞ്ഞൊരു കാര്യമുണ്ട്. പരിശുദ്ധ സിംഹാസനത്തിന്റെയും സിനഡിന്റെയും തീരുമാനം മാറ്റാൻ സാധിക്കുകയില്ല. പക്ഷേ നിങ്ങളുടെ ആശങ്കകളും അഭിപ്രായങ്ങളും പെർമനന്റ് സിനഡിനെ അറിയിക്കുന്നതായിരിക്കും എന്നൊരു കാര്യമാണ് പറഞ്ഞത്. ഈ പെർമനന്റ് സിനഡ് ഈ ഒരു കമ്മിറ്റിനെ നിയോഗിക്കാനിടയായ ഒരു സാഹചര്യം, അത് ഈ കൂരിയ മെമ്പേഴ്സ് ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്തിനോട് ഈ ഒരു പ്രശ്നം പരിഹരിക്കാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കണം, ചർച്ചകൾ നടത്തണം എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് ആൻഡ്രൂസ് പിതാവ് തന്നെയാണ് ഈ ഒരു നിർദ്ദേശം പെർമനന്റ് സിനഡിന് മുന്നിൽ വെക്കുന്നത്. ഇത്തരത്തിലുള്ള മെത്രാന്മാരുടെ ഒരു കമ്മിറ്റിയെ നിയോഗിക്കണം എന്നൊരു കാര്യം. കാരണം ഇരുവിഭാഗത്തെയും ഈ ഏകീകൃത കുർബാനയെ അനുകൂലിക്കുന്നവരും ഒപ്പം തന്നെ സിനഡ് കുർബാനയെ എതിർക്കുന്നവരുമായി ഒരു ചർച്ച നടത്തുക എന്നൊരു കാര്യം. അപ്പോൾ ആൻഡ്രൂസ് പിതാവ് തന്നെയാണ് ഇതിനൊരു ഇനീഷ്യേറ്റീവ് എടുക്കുന്നത്, ഇത്തരത്തിലുള്ള ഒരു കമ്മിറ്റി വയ്ക്കുവാനുള്ള ഒരു ഇനീഷ്യേറ്റീവ് എടുക്കുന്നത്. ഒപ്പം തന്നെ ഈ ജനാഭിമുഖ കുർബാനയെ അനുകൂലിക്കുന്നവർ അവരുടെ ഭാഗത്തു നിന്ന് ഒത്തിരി സജഷൻസ് ഉണ്ടായിരുന്നു. ഉദാഹരണമായിട്ട് ഈ ആരൊക്കെയായിട്ട് ചർച്ച നടത്തണം, ജനാഭിമുഖ കുർബാനയെ അനുകൂലിക്കുന്ന സൈഡിൽ നിന്ന് ആരൊക്കെയായിട്ട് ചർച്ച നടത്തണം, അവർ പറഞ്ഞ ഒരു വാദത്തെ ഈ കമ്മിറ്റി അംഗീകരിക്കുകയാണ് ഉണ്ടായത്. അതായത് തങ്ങളുടെ ഭാഗത്തുനിന്ന് ആരെയാണ് ശ്രമിക്കേണ്ടത് എന്ന് പറഞ്ഞപ്പോൾ ആ വ്യക്തികളെ ശ്രമിക്കാൻ തങ്ങൾ തയ്യാറാണെന്ന് ഈ കമ്മിറ്റി അംഗീകരിക്കുന്നു, അവരുടെ വാദത്തെ അംഗീകരിക്കുന്നു. ഒപ്പം മറ്റൊരു പ്രധാനപ്പെട്ട ഒരു പോയിന്റ് കൂടിയുണ്ട്. ഈ മെത്രാന്മാരുടെ ഈ കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ഒരു ടൈമിംഗ് നമുക്കറിയാം. ഈ നവംബർ 27-നാണ് ഏകീകൃത കുർബാന അർപ്പണ രീതി നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്നത് ബസിലിക്കയിൽ. നവംബർ 25-ന് ഇത് സംബന്ധിച്ചൊരു തീരുമാനം ഉണ്ടാകുന്നു പെർമനന്റ് കമ്മിറ്റിയെ നിയോഗിക്കുന്ന ഒരു കാര്യത്തിൽ. പിന്നീട് ഈ ഇരുവിഭാഗത്തെയും ഈ കമ്മിറ്റി കാണുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ചർച്ചയിൽ ഒരിക്കൽ പോലും ഈ നവംബർ 27-ലെ ഈ ഏകീകൃത കുർബാന അർപ്പണം ബസിലിക്കയിൽ നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ട് ഒരു തരത്തിലുള്ള ഒരു ചർച്ചയോ അല്ലെങ്കിൽ ഒരു തരത്തിലുള്ള ഉറപ്പോ അല്ലെങ്കിൽ അത്തരത്തിലൊരു പോയിന്റിലേക്ക് ചർച്ചകൾ പോയില്ല. പ്രധാനമായും ചർച്ച ചെയ്തത് ഇരുവിഭാഗത്തിൻ്റെയും ആശങ്കകൾ അല്ലെങ്കിൽ അവർ പറയുന്ന കാര്യങ്ങൾ ഈ കമ്മിറ്റി കേൾക്കുന്നു, അത് സിനഡിനെ
ജനുവരിയിൽ നടക്കുന്ന സിനഡിനെ അറിയിക്കാമെന്നുള്ളൊരു ഉറപ്പ് കൊടുക്കുക മാത്രമാണ് ചെയ്തത്. അല്ലാണ്ട് നവംബർ 27 ഒരു ബസിലിക്കയിൽ നടക്കുന്ന കുർബാന അർപ്പണ രീതിയുമായി ബന്ധപ്പെട്ട് ചർച്ച നടന്നു. പക്ഷേ അതിന് വിപരീതമായിട്ടാണ് ആൻഡ്രൂസ് പിതാവ് അവിടെ വന്നത്. അതിൽ യാതൊരു വാദഗതിയുമില്ല എന്നുള്ള കാര്യം വളരെ വ്യക്തമാണ്. കാരണം അവിടെ ചർച്ചയുണ്ടായത് കുർബാനയുമായി ബന്ധപ്പെട്ട കോമൺ ആയിട്ടുള്ള ചില വിഷയങ്ങളെക്കുറിച്ചാണ്. അതിനെപ്പറ്റി ഒരു ഉറപ്പും ഈ കമ്മിറ്റി കൊടുക്കുന്നില്ല. അതായത് ഇന്നൊരു നിലപാട് നിങ്ങൾ സ്വീകരിക്കാം അല്ലെങ്കിൽ ഇന്ന കാര്യം ചെയ്യാം എന്നൊരു പറയുന്നില്ല. ഇരുവിഭാഗത്തെയും കേൾക്കുന്നു, ആ കാര്യങ്ങൾ സിനഡിനെ അറിയിക്കാം എന്നുള്ളൊരു ഉറപ്പ് കൊടുക്കുന്നു. അത്രമാത്രമാണ് അവിടെ സംഭവിച്ചിട്ടുള്ളത്. ഈ നവംബർ 26 തീയതിയും പെർമനന്റ് സിനഡ് സമ്മേളിക്കുന്നുണ്ട്. ആ സമ്മേളനത്തിൽ ആൻഡ്രൂസ് പിതാവ് ഓൺലൈനായിട്ടാണ് കൂടിയത്. ആൻഡ്രൂസ് പിതാവ് കൃത്യമായി തന്നെ പറയുന്നുണ്ട് തൻ്റെ ഉത്തരവാദിത്വം, ഇത് നിർവഹിക്കേണ്ട ആവശ്യകത. ഒപ്പം തന്നെ നവംബർ 27 തീയതി ബസിലിക്കയിൽ കുർബാന അർപ്പിക്കാനുള്ള തീരുമാനം അത് കൃത്യമായി തന്നെ വികാരിയെ അറിയിച്ചിട്ടുണ്ട്. വികാരി എഴുതിയ കത്തും അത് ആൻഡ്രൂസ് പിതാവ് പെർമനന്റ് സിനഡിനെ അറിയിക്കുന്നുണ്ട്. അതായത് എതിർപ്പുകൾ ഉണ്ടാകാം, എന്നാലും സാഹചര്യം സൃഷ്ടിക്കാം, ഈ കുർബാന അർപ്പണത്തിനായ സാഹചര്യം സൃഷ്ടിക്കാം എന്ന് നരികുളം അച്ഛൻ എഴുതിയ കത്തും ആൻഡ്രൂസ് പിതാവ് സിനഡിനെ അറിയിക്കുന്നു. അപ്പോൾ സിനഡ് കൃത്യമായി തന്നെ വിലയിരുത്തി പരിശുദ്ധ സിംഹാസനം ഏൽപ്പിച്ച ഉത്തരവാദിത്വം നടപ്പാക്കാൻ ആൻഡ്രൂസ് പിതാവിന് ബാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ കുർബാന അർപ്പണവുമായി മുന്നോട്ട് പോവുക, അതായത് നവംബർ 27 തീയതി അവിടെ വന്ന് കുർബാന അർപ്പിക്കുക. ഈ ഒരു പശ്ചാത്തലത്തിലാണ് ആൻഡ്രൂസ് പിതാവ് അന്ന് രാവിലെ അവിടെ കുർബാന അർപ്പിക്കാൻ വരുന്നത്. സ്വന്തം ബസിലിക്കയിലേക്ക്, മറ്റ് രൂപതയുടെ പുറത്തുള്ള ഒരു അദ്ദേഹത്തിന്റെ അധികാര പരിധിക്ക് പുറത്തുള്ള ഒരു രൂപതയിലെ ഒരു ബസിലിക്കയിലേക്കല്ല, അദ്ദേഹം അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർ ആയിരിക്കുന്ന അതിരൂപതയുടെ ബസിലിക്കയിലേക്കാണ് ഏകീകൃത കുർബാന അർപ്പിക്കാൻ. മറ്റൊരു അസന്മാർഗിക പ്രവർത്തനങ്ങൾക്കോ ക്രിമിനൽ പ്രവർത്തനങ്ങൾക്കോ അല്ല, അവിടെ കുർബാന അർപ്പിക്കാനാണ് അദ്ദേഹം വരുന്നത്. തുടർന്ന് എന്തായിരുന്നു അവിടെ? ജോർജ്, എനിക്ക് തോന്നുന്നത് ഏകദേശം ഒരു 5:30 മണിയോടുകൂടി പിതാവ് എറണാകുളത്ത് എത്തുകയും ഉടൻ തന്നെ അവിടുത്തെ വികാരിയായിരുന്ന വിളിക്കുകയും ചെയ്തിരുന്നു, അല്ലേ? അപ്പോൾ അതിനുശേഷം അവിടുന്ന് കിട്ടുന്ന റിപ്ലൈ അന്നേരം ഈ ബസിലിക്കയുടെ ആ പരിസരത്തെ സംബന്ധിച്ചോ അല്ലെങ്കിൽ അവിടെ ഉണ്ടാകുന്ന ആ ഒരു വലിയ ഒരു ജനക്കൂട്ടത്തെ സംബന്ധിച്ചോ ഒന്നുള്ള യാതൊരു വിവരവും പിതാവിന് ലഭിക്കുന്നില്ല, അല്ലേ? തലേ ദിവസം തന്നെ നരികുളം അച്ഛനെ താഴ്ത്തിതാവ് വിളിക്കുന്നുണ്ട്, വരുന്ന കാര്യം ഒന്നും കൂടി ഒന്ന് റിമൈൻഡ് ചെയ്യുന്നുണ്ട്. അതിൻ്റെതായ എല്ലാ ഫോർമാലിറ്റീസും കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം തന്നെയാണ് പിതാവ് പിറ്റേ ദിവസം രാവിലെ വരുന്നത്. നമ്മൾ പിതാവ് അവിടെ എത്തിക്കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇനി ഒന്നൊരു ദൃക്സാക്ഷി വിവരണത്തിലേക്ക് ഒന്ന് പോയി കഴിഞ്ഞിട്ട് നമുക്ക് അതിനെപ്പറ്റി ഒന്ന് ചർച്ച ചെയ്യാമെന്ന് എനിക്ക് തോന്നുന്നു. എറണാകുളത്തിൻ്റെ പ്രാന്തപ്രദേശത്തുള്ള പള്ളികളിൽ രാവിലെ കുർബാനയില്ല, ഇന്നത്തെ കുർബാന ബസിലിക്കയിലാണെന്നും പറഞ്ഞുകൊണ്ട് വണ്ടിയിൽ ആളുകളെ ബസിലിക്കയിലേക്ക് എത്തിച്ചതാണ് എന്നുവരെ ഞങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. അവിടെ ചെടിയുടെ സൈഡിലൊക്കെ ചീഞ്ഞ മുട്ടയുടെ കേസ് കണക്കിനുണ്ടായിരുന്നു. പിതാവ് വരുമ്പോഴത്തേക്കും ഉപയോഗിക്കാൻ വേണ്ടി കരുതി കൂട്ടി കൊണ്ടുവന്ന് വെച്ചിരുന്നതാണെന്നാണ് തോന്നുന്നു. ഒരു മിനിറ്റ് കഴിഞ്ഞാൽ ഓടി അങ്ങോട്ട് ഒരു താറാണ് ലൈറ്റ് ഇട്ട്. അപ്പം ഞാൻ മാറി നിൽക്കണം, ലൈറ്റ് ഇട്ട് താരാണ് ഇതെന്താണെന്നും പറഞ്ഞ് ഒരു ബഹളം.